സാധനം. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മ ഗീതമ്മ കുമ്പിളപ്പം ഉണ്ടാക്കാൻ പോവുക. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു പാത്രത്തിലോട്ട് ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കപ്പഴം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചക്കപ്പഴമൊക്കെ അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് 1/2 കിലോ റവയായിട്ട് ഇടുന്നേ. അപ്പോൾ റവ ഇട്ടിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുന്നോടം വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനിയിപ്പോൾ ആ പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ജീരകവും ഏലക്കായും കൂടെ വറുത്തെടുക്കണം. കുറച്ച് ഏലക്കായും കൂടി ഇടണേ. ഇതിങ്ങനെ ഇട്ട് വറുക്കുന്നത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. പൊടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുവാണെങ്കിൽ. ഇത് ജീരകവും ഏലക്കയും പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ തേങ്ങയിലോട്ട് കുറച്ച് ശർക്കര ചിരണ്ടുവാണേ. അപ്പോൾ ശർക്കരയൊക്കെ ചിരണ്ടി കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം. ഇതെല്ലാം കൂടി ഒരുമിച്ച് പാത്രത്തിലോട്ടിട്ട് ശരിക്കും മിക്സാക്കി കുഴച്ചെടുക്കണം. അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന ചക്കപ്പഴം കൂടെ മിക്സ് ചെയ്യുവാണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ ശരിക്കും കുഴച്ച് മിക്സാക്കി എടുക്കണം. ഇനിയിപ്പോൾ നമുക്കിത് ഒരു ഇലയിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ ഇലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അതുണ്ടാക്കണം. ഇതുപോലെ കുമ്പിൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അതിലോട്ട് ഓരോന്നായിട്ട് പെറുക്കി വെക്കണം. എന്നിട്ട് മൂടി സെറ്റാക്കി വെക്കണം. അപ്പോൾ അമ്മയെല്ലാം സെറ്റാക്കി വെച്ചേക്കുന്നതാണേ. തുറന്ന് നോക്കാം. എന്തും തോന്നുന്നു, ഏകദേശം വെന്തിട്ടുണ്ട്. നല്ല ആവിയൊക്കെ പോയി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിന്ന് നോക്കാം. നല്ല ചൂടാ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കുഞ്ഞാവേ ടാറ്റ പറഞ്ഞേ.